എൻ്റെ DMലൊന്നൊരു ക്വസ്റ്റ്യനാണ്, ബ്രോ എന്താ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തത്, അതേപോലെ ബ്രോ എന്താ GFC PRP ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. പിന്നെ GFC ആണെങ്കിലും PRP ആണെങ്കിലും അത്യാവശ്യം സിറ്റിങ്ങിനൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിന്നെ അതേപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം വേണ്ടി വരും, ഒരു 3000-4000 ക്രാഫ്റ്റിന്. നമ്മൾ ഈ ചാത്തമ്മയുടെ അടുത്ത് പോയി ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ചെയ്യുകയാണെങ്കിൽ നല്ല തന്നെ ചെയ്യണം. പിന്നെ എൻ്റെ പ്രോബ്ലം ജനറ്റിക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെയും ക്രൗൺ ഏരിയയും ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് എഴുതാം. അപ്പോൾ ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഇവിടെ മുടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ അല്ലെങ്കിൽ മുടി വീഴുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ മിനോക്സിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഡോക്ടേഴ്സ് അതാ പറയാം. ഇനിയിപ്പോൾ GFC PRP ആണെങ്കിലും ആ സിറ്റിങ് കഴിഞ്ഞാൽ എൻ്റെ പ്രോബ്ലം ജനറ്റിക് ആയതുകൊണ്ട് ഞാൻ ഫിനാസ്ട്രൈഡ് അങ്ങനത്തെ ടാബ്ലറ്റ് എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും എൻ്റെ മുടി കഴിയും. പക്ഷേ ഫിനാസ്ട്രൈഡ് എനിക്ക് എടുക്കാൻ പേടിയാണ്, കാരണം അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മിനോക്സിൽ ചൂസ് ചെയ്തത്. കാരണം മിനോക്സിലിന് മാസത്തിലൊരു 1000 രൂപ ചിലവായി കരുതാം. 1000 രൂപ ചിലവായി കഴിഞ്ഞാൽ എനിക്കൊരു 1 കൊല്ലം കൊണ്ട് 12000 രൂപയെ ചിലവാവുള്ളൂ. ഈ 4 കൊല്ലം കൊണ്ടാണ് എനിക്ക് 48000 രൂപ ചിലവാണത്. 8 വർഷം എടുക്കും എനിക്കൊരു 96000 രൂപയെങ്കിലും എൻ്റെ ഈ മുടിക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടിയിട്ട്. മിനോക്സിലിന് റിസൾട്ട് ഉള്ളിടത്തോളം കാലം എനിക്കിങ്ങനെ പോകല്ലേ സുഖം. പിന്നെ റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ പോരെ.